നമസ്കാരം. സ്ക്വിഡ് ഗെയിം യഥാർത്ഥത്തിൽ കൊറിയയിൽ വളരെ കാലം മുമ്പ് നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാലോ? ജാപ്പനീസ് മംഗയിൽ നിന്നും ആനിമേഷനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് താൻ ചെയ്തതെന്ന് സൃഷ്ടാവ് ഹോങ് ഡോങ് ഹ്യൂക്ക് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും ഡയറക്ടർ പ്ലോട്ടിന് യഥാർത്ഥ ജീവിതം പ്രചോദനം നിഷേധിച്ചിട്ടുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പറയുമ്പോൾ ഡയറക്ടർ തൻ്റെ ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്. സീസൺ 1 ഡ്രാഗൺ മോട്ടോഴ്സിലെ 16 വർഷത്തെ ജോലിക്ക് ശേഷം ജി ഹൺ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഗെയിമുകളിൽ ചേരാൻ പ്രേരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തൻ്റെ മറ്റ് ജീവനക്കാരുമായി ഒരു പണിമുടക്ക് നടത്തി. ഹാങ് AFFയോട് പറഞ്ഞു, സാങ്യോങ് മോട്ടോർ പിരിച്ചുവിടലിനെക്കുറിച്ചുള്ള പരാമർശത്തിലൂടെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിലെ ഏതൊരു സാധാരണ മധ്യവർഗക്കാരനും ഒറ്റ രാത്രി കൊണ്ട് സാമ്പത്തിക കോമണിയുടെ അടിയിലേക്ക് വീഴുമെന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. 2009 സാങ്യോങ് മോട്ടോർ കമ്പനിയിൽ 2600 തൊഴിലാളികൾ മൊത്തം തൊഴിലാളികളിൽ 43% പേരെ പിരിച്ചുവിട്ടപ്പോൾ സംഭവിച്ചതിൽ നിന്നാണ് പരാമർശം. എന്നാൽ ഇത് ഒരു സംഭവം മാത്രമാണ്. എന്നിരുന്നാലും സ്ക്വിഡ് ഗെയിം പ്ലോട്ട് യഥാർത്ഥ ജീവിതത്തിലെ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് അവകാശപ്പെടുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളുണ്ട്. സ്ക്വിഡ് ഗെയിം യഥാർത്ഥമാണോ? സ്ക്വിഡ് ഗെയിമിൻ്റെ ദ്വീപ് പോലെ ബുസാൻ ദ്വീപിലെ ഒരു തടങ്കൽ പാലമായ ബ്രദേഴ്സ് ഹോമും ഉണ്ടായിരുന്നു. 1970കളിലും 80കളിലും നമ്മൾ സംസാരിക്കുന്ന കൊറിയയാണിത്. ആയിരക്കണക്കിന് ആളുകളുള്ള 20ഓളം ഫാക്ടറികൾ ഈ സ്ഥാപനത്തിലുണ്ടായിരുന്നു. ദക്ഷിണ കൊറിയയിൽ ഏറ്റവും മോശമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്ന സ്ഥലമാണ് ക്യാമ്പെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. വിവിധ ദക്ഷിണ കൊറിയൻ പ്രാദേശിക മാധ്യമങ്ങളും ഇതിനെ കൊറിയയുടെ ഓഷിറ്റ്സ് എന്ന് വിളിച്ചു. 1988 ഒളിമ്പിക്സ് ഗെയിംസിനും തൊട്ടു മുമ്പ് അന്നത്തെ സ്വേച്ഛാധിപത്യ ഗവൺമെന്റിന്റെ തെരുവുകൾ ശുദ്ധീകരിക്കുന്ന നേതൃകീഴിലാണ് ഈ ക്യാമ്പ് 1976നും 1987നും ഇടയിൽ പ്രവർത്തിച്ചത്. സ്ക്വിഡ് ഗെയിമിൽ നമ്മൾ കാണുന്നത് പോലെ പരമ്പരയുടെ ഇതിവൃത്തത്തിലെ ഒരു ട്വിസ്റ്റാണെങ്കിലും പിന്നാക്കക്കാരും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമുള്ള കളിക്കാർ അറിയാതെ തന്നെ ഗെയിമിലേക്ക് സ്ഥിരീകരിക്കുന്നതാണ്. തിരികെ ബ്രദേഴ്സ് ഹോമിൽ അംഗങ്ങൾക്കും സമാനമായ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഭവനരഹിതരായിരുന്നു ഭൂരിഭാഗം പേരും. പക്ഷേ നിർബന്ധിതമായി ഈ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി. വാസ്തവത്തിൽ 1987 ഒരു പ്രാദേശിക പ്രോസിക്യൂട്ടർ അന്വേഷണം അനുസരിച്ച് മാത്രം ആയിരക്കണക്കിന് അന്തേവാസികളിൽ 10% ഭവനരഹിതരായിരുന്നു. അപ്പോൾ ബ്രദേഴ്സ് ഹോമിൽ എന്താണ് സംഭവിച്ചത്? അതിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാവരിലും തൻ്റെ സഹോദരിയോടൊപ്പം ബലമായി അവിടെ കൊണ്ടുപോയ ഹാങ് ജോൺസൺ അൽ ജസീറയോട് പറഞ്ഞു, നീല ട്രാക്ക് സ്യൂട്ടുകൾ ധരിച്ച പുരുഷന്മാർ അവരുടെ ട്രക്കിലേക്ക് തള്ളിയിട്ടു. അത് ബ്രദേഴ്സ് ഹോമിലേക്ക് പോയതായിരുന്നു. പരിചിതമാണെന്ന് തോന്നുന്നു. പിങ്ക് ട്രാക്ക് സ്യൂട്ടിലുള്ള പുരുഷന്മാർ കളിക്കാരെ തള്ളുക, സ്ക്വിഡ് ഗെയിമിൽ കാറിൽ തട്ടിക്കൊണ്ടുപോകൽ രീതി പോലെ. ബ്രദേഴ്സ് ഹോമിൻ്റെ ഭീകരത തുറന്നു കാട്ടുന്ന മോഡലുകളും ഗ്രാഫിക് ചിത്രങ്ങളും ഹാൻ സൃഷ്ടിച്ചു. ശാരീരിക പരിശോധനയ്ക്കായി തന്നെ നഗ്നനാക്കിയതായി ഇയാൾ വെളിപ്പെടുത്തുന്നു. ഇതും പരമ്പരയിൽ കാണിച്ചില്ലെങ്കിലും കളിക്കാർ വസ്ത്രം ധരിച്ചതായി ഒരു ഓർമ്മയില്ലാതെ തന്നെ മനസ്സിലാക്കാം. അവരും നഗ്നരാക്കിയെന്നാണോ ഇതിനർത്ഥം? സീസൺ 2 തൻ്റെ ഡെന്റൽ ഇംപ്ലാന്റ് പുറത്തെടുത്തതായി ഗി ഹൺ മനസ്സിലാക്കുന്നത് നാം കാണുന്നു. അത് ശാരീരിക പരിശോധനയുടെ ഫലമായിരുന്നു. അംഗങ്ങൾക്ക് നീല പരിശീലന സൂട്ടുകളും റബ്ബർ ഷൂകളും നൈലോൺ അടിവസ്ത്രവും നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. കളിക്കാർ പച്ച പരിശീലന സ്യൂട്ടുകളും വെള്ള റബ്ബർ ഷൂസും നൽകുന്ന സ്ക്വിഡ് ഗെയിമുകളിൽ നമ്മൾ കാണുന്നതുമായി ഇത് വളരെ സാമ്യമുള്ളതായി തോന്നുന്നില്ലേ? വാസ്തവത്തിൽ ബ്രദേഴ്സ് ഹോമിൽ നിന്നുള്ള ഫോട്ടോകൾ സ്ക്വിഡ് ഗെയിമിൽ നമ്മൾ കാണുന്നതിനോട് സാമ്യമുള്ള അന്തേവാസികൾ ഇരിക്കുന്ന ബങ്ക് കിടക്കളും കാണിക്കുന്നു. ഇനി ബ്രദേഴ്സ് ഹോമിലെ ഗെയിമുകൾ നോക്കാം. ബ്രദേഴ്സ് ഹോമിലെ അന്തേവാസികളുടെ ജോലികൾ പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. സമൂഹത്തിലേക്ക് തിരിച്ചുവിടുന്നതിന് മുമ്പ് അവരുടെ പെരുമാറ്റം തിരുത്തുക എന്നതായിരുന്നു ബ്രദേഴ്സ് ഹോമിൻ്റെ ലക്ഷ്യം. ആ ജോലികൾ പൂർത്തിയാക്കുന്നതിന് പരാജയപ്പെടുന്നു. തടവുകാർ ശിക്ഷിക്കപ്പെട്ടു. ഈ ശിക്ഷകളെ ഗെയിംസ് എന്ന് വിളിക്കുന്നു. ഇത് മോട്ടോർ വെഹിക്കിൾ ഗെയിം പോലുള്ള ഗെയിമുകൾ കളിക്കാൻ അന്തേവാസികളെ നിർബന്ധിക്കുന്ന പ്ലാറ്റൂൺ നേതാക്കൾ ഉണ്ടായിരുന്നു. അവിടെ നേതാക്കൾ ഇടത് സൂചകമെന്ന് അലറുകയും അവരുടെ കണ്ണിൽ മുറിവേൽക്കുന്നതുവരെ അടിക്കുകയും ചെയ്യുമെന്നും ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. മറ്റൊരു കളിയായിരുന്നു ഹിരോഷിമ ഗെയിംസ്. അവിടെ തടവുകാരെ അവരുടെ ബങ്ക് ബെഡിൻ്റെ റെയിലുകളിൽ നിന്നും തലകിയായി തൂങ്ങിക്കിടക്കാൻ നിർബന്ധരാക്കി. അവർ വീഴുന്നതുവരെ മർദ്ദിച്ചു. തൽഫലമായി ക്രൂരതയിൽ പലരും മരിച്ചു. ഔദ്യോഗിക രേഖകൾ കുറഞ്ഞത് 551 തടവുകാരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടതായി പരാമർശിക്കുന്നു. ഈ സംഖ്യ റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കാം. ഈ കേന്ദ്രങ്ങളിൽ ബലാത്സംഗങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പരമ്പരയിൽ ഇവ കാണിക്കുന്നില്ലെങ്കിലും ഗെയിമുകളുടെ ഇതിവൃത്തവും ആളുകൾ വസ്ത്രം ധരിച്ചതും പരിശോധിച്ചതും ക്രൂരതയിൽ മരിച്ചതും യാദൃശ്ചികമായി തോന്നുന്നില്ല. ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ശരിയാണോ അല്ലയോ എന്നത് സൃഷ്ടാക്കൾ തീരുമാനിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. നന്ദി.